നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് സെൻറ്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്കിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒരു അടിപൊളി കേക്കാണിത്. എന്തായാലും നിങ്ങളിതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കണേ. നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല. പക്ഷേ ഉണ്ടാക്കാൻ നമുക്ക് ചെറിയ ചിലവിൽ തന്നെ വീട്ടിലിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യേ. പിന്നെ ഒരു ലൈക്ക് തരാൻ നിങ്ങളൊരിക്കലും മറന്നു പോകരുതേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഈ കേക്കിനെ കുറിച്ചിട്ട് എനിക്ക് ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എനിക്ക് പെർഫെക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിലൂടെ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊരു പാനിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുകയാണേ. 1 ലിറ്റർ പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ സ്റ്റൗ ഓണാക്കിയിട്ടൊന്നുമില്ല, അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു 250 ml ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സാക്കി കൊടുക്കുക നല്ലോണം. നമ്മളിപ്പോൾ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല. നമുക്ക് ഇനി ഇതൊന്ന് മിക്സാക്കിയ ശേഷം നമുക്കിത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി സ്റ്റൗ കത്തിച്ച് ഒന്ന് പാൽ ചെറിയ ചൂടിലാക്കി എടുക്കാം. അതായത് നമുക്ക് വിരൽ കുത്താൻ പറ്റുന്നൊരു പാകമായിരിക്കണം കേട്ടോ. കൂടുതൽ ചൂടാകാൻ പാടില്ല, ചെറിയ ചൂട് മതി. അതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് 2 ടേബിൾ സ്പൂണോളം വിനാഗിരിയാണ്. വിനാഗിരി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് സമയം നമ്മൾ വീണ്ടും അനക്കാണ്ടത് പാലങ്ങനെ അതേ തീയിൽ തന്നെ വെക്കുക. എന്നിട്ട് കുറച്ചുകൂടെ നമ്മൾ ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണാണ് മൊത്തത്തിൽ ഇതിവിടെ എടുത്തിട്ടുള്ളത് വിനാഗിരി. അപ്പോൾ അതുപോലെ 1 ടേബിൾ സ്പൂൺ കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടോട്ടൽ 3 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ പാല് ചെറിയ ലോ ഫ്ലെയിമിൽ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ കേട്ടോ. നമുക്ക് വിരൽ ഒന്ന് ജസ്റ്റ് മുക്കാൻ പാകത്തിനുള്ള ചൂട് മാത്രം സഹിക്കാൻ, ആ വിരൽ ചൂട് കുത്തുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചെറിയൊരു ചൂടുണ്ടാവില്ല, അത് മാത്രം. അപ്പോൾ ഞാനിപ്പോൾ മൂന്നാമത് ഒഴിച്ച് കൊടുത്തിട്ട് 3 ടേബിൾ സ്പൂൺ മൊത്തത്തിൽ ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഒന്ന് നമ്മളിങ്ങനെ ഇളക്കി ഒന്ന് അനക്കാണ്ട് വെക്കുമ്പോൾ തന്നെ അത് പാലൊക്കെ പിരിഞ്ഞ് നമുക്ക് ചീസായിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കണ്ടോ, ഇപ്പോൾ നമ്മുടെ പാലൊക്കെ ഒന്ന് പിരിഞ്ഞ് അതിൻ്റെ ആ ഒരു പ്യൂരി വെള്ളം മാറി മറ്റേ പാടയുടെ അംശങ്ങളായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കും. ഇനി നമുക്കിത് നല്ലൊരു തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇതിലുള്ള ആ പാലിൻ്റെ വെള്ളം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ തുണി ഇങ്ങനെ വെച്ച് അരിക്കുമ്പോൾ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വെള്ളം മൊത്തത്തിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇരുന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അത് തുണി വെച്ച് അരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ക്രീം ചീസാണ് കേട്ടോ. ക്രീം ചീസാണ് നമ്മളിപ്പോൾ ആദ്യം ഇതിന് വേണ്ടി ഈ കേക്കിന് വേണ്ടി റെഡിയാക്കി എടുക്കുന്നത്. ഇത് കടകളിലൊക്കെ പോയിട്ട് വാങ്ങിക്കാമെന്ന് വെച്ചാൽ നല്ല വില കൊടുത്ത് വാങ്ങിക്കേണ്ട ഒരു സാധനമാണ് കേട്ടോ. അതാണ് നമ്മളിവിടെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചിട്ട് ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് വെയിറ്റുള്ള എന്തെങ്കിലും വെച്ച് കൊടുത്താൽ ഇതിലെ വെള്ളം മൊത്തത്തിൽ പോയി കിട്ടും. പിന്നെ ചൂട് കാരണം എനിക്കിപ്പോൾ അങ്ങനെ പെട്ടെന്ന് അതിങ്ങനെ അമർത്തി ഞെക്കിയിട്ട് എടുക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചൂടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സ്ട്രെയിനറിൽ വെച്ച് കൊടുക്കുകയാണേ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു നല്ലൊരു ഇടിക്കല്ല അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിലെ വെള്ളം മുഴുവനായിട്ടും മാറ്റിയെടുക്കുക. അപ്പോൾ ഞാനിത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 30 മിനിറ്റോളം ഞാനിതിങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രീം ചീസൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല അടിപൊളിയായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയൊരു ഫൈനലായിട്ട് ചെറിയൊരു പണി കൂടി ഇതിന് ബാക്കിയുണ്ട്. നമുക്ക് മിക്സിയുടെ ചെറിയ ബ്ലെൻഡർ ഉണ്ടല്ലോ, ജാറ്, അതിലിട്ടിട്ട് ഇതിനെ ഒന്ന് നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ക്രീം ചീസ് റെഡിയായിട്ട് വരിക. ഇത്ര വേഗത്തിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ക്രീം ചീസ്. അപ്പോൾ ഞാൻ ഇത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ.
ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഇത് അടിച്ചെടുക്കാൻ ഭയങ്കര തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു അരിച്ചെടുത്ത ഇതിൻ്റെ തന്നെ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം തന്നെ ആവശ്യത്തിന് ചേർത്തിട്ട് കണക്കായ ഒരു ലൂസിൽ അടിച്ചെടുക്കുക. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. ഇനി ആ വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിതിപ്പോൾ നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ക്രീം ചീസ് നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് ബേക്കാനുള്ള പാത്രം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിന് വേണ്ട സാധനങ്ങൾ 400 ഗ്രാമോളം ക്രീം ചീസ് ഞങ്ങൾക്ക് കിട്ടിയത്, അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. തണിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂറിന് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 250 ml ഫ്രഷ് ക്രീം, അത് 250 വേണ്ട, 200 ml മതി കേട്ടോ. 50 ml എക്സ്ട്രാ കൂടുതലുണ്ടാവും അതിൽ, 200 മതി. പിന്നെ 3 മുട്ട, ഇതിന് 100 ഗ്രാം പഞ്ചസാര, പിന്നെ 2 ടേബിൾ സ്പൂൺ മൈദ. പിന്നെ ഇത്രയും സാധനങ്ങളും പിന്നെ കുറച്ച് വെനില എസൻസും വേണം. ഇത്രയും സാധനങ്ങൾ മാത്രമേ നമുക്ക് ഇതിന് വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചേർക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ഓരോ മെഷർമെൻറ്റ് കറക്റ്റ് പറഞ്ഞുതരാം. ഈ ഒരു മെഷർമെൻറ്റിൽ ഉണ്ടാക്കണേ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഇങ്ങനത്തെ ഈ ചീസ് കേക്ക്, ഈ ഒരു ചീസ് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ 400 ഗ്രാമോളം ഫ്രഷ് ക്രീം ചീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കടയിലൊക്കെ വാങ്ങിക്കണമെങ്കിൽ എത്ര പൈസ വേണ്ടി വരും 400 ഗ്രാം ക്രീം ചീസിനൊക്കെ. ഇതൊരു പാത്രത്തിലിട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒന്ന് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റാക്കുക. അതിനുശേഷം ഒരു 100 ഗ്രാം പഞ്ചസാര ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ ക്രീം ചീസിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ആ പഞ്ചസാരൻ്റെ തരികളൊക്കെ മെൽറ്റായി വരുന്നവരെ ഒന്ന് നന്നായിട്ട് ബീറ്റാക്കുക. ചെറിയ സ്പീഡിലിട്ടിട്ട് ബീറ്റാക്കിയാൽ മതി. ഇതിൽ ഫ്ലോറൊക്കെ നമ്മൾ വളരെ കുറച്ചാണ് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 100 ഗ്രാമാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. 400 ഗ്രാം ക്രീം ചീസ്, 100 ഗ്രാം പഞ്ചസാര, പിന്നെ 3 മുട്ട, 2 ടേബിൾ സ്പൂണ് നമ്മുടെ മൈദപ്പൊടി, അല്ലെങ്കിൽ കോൺഫ്ലവർ വേണം, അത് വേണം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ മൈദയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 200 ഗ്രാം ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബീറ്റാക്കിയ ക്രീം ചീസും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം അതിലേക്ക് ഓരോ മുട്ട വീതം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഓരോന്നായിട്ട് മിക്സാക്കി എടുക്കണം. എല്ലാം ഒന്നിച്ച് ഇടാൻ പാടില്ല, ഓരോന്നോരോന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ 3 മുട്ടയും ഞാനിവിടെ മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ മുട്ടയൊക്കെ ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ ചെറിയ സ്പീഡിലിട്ടിട്ട് ബീറ്റാക്കിയാൽ മതി കേട്ടോ. ചെറിയ സ്പീഡിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് 3ാമത്തെ മുട്ടയുടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുകൂടെ ഒന്ന് ബീറ്റാക്കി എടുക്കണം കേട്ടോ. ബീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കിതൊന്ന് ഇതിലേക്ക് മിക്സാക്കി കിട്ടിയാൽ മാത്രം മതി. ഇനി അടുത്തതായിട്ട് ഞാൻ നേരത്തെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇപ്പോൾ വാനില എസൻസും ഒരു 1/4 ടീസ്പൂണോളം ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. ആ മുട്ടയുടെ ആ ഒരു പച്ച മണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പും ഇവിടെ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്തതായിട്ട് നമുക്കിനി ഇതിലേക്ക് ഒരു 200 ml ഫ്രഷ് ക്രീം ചേർക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുകയാണേ. എന്നിട്ട് ഒന്നുകൂടെ മെല്ലെ ഒന്ന് ബീറ്റാക്കി എടുക്കുക. ബീറ്റാക്കല്ല, നമ്മളൊന്ന് ഈ മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഇതിപ്പോൾ അതുകൂടെ ഫ്രഷ് ക്രീം കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലോർ ചേർക്കാം. ഞാൻ പറഞ്ഞതുപോലെ 2 ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് മെല്ലെ ഒന്നും കൂടി ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ ബീറ്റർ വേണമെന്നില്ല, നമുക്ക് വിസ്കിനെ കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ബേക്കിംഗ് ടൈം 230 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 45 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഈ ബാറ്റർ ഒന്ന് അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ.
എനിക്ക് പിന്നെ അത് ഞാനങ്ങനെ ചെയ്തിട്ടില്ല, എനിക്ക് മറന്നുപോയതാണ്. വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഓവനിൽ വെച്ചിട്ട് തന്നെ ബേക്ക് ചെയ്യണം കേട്ടോ. ഇതിന് ഓവൻ തന്നെ വേണം, മുകളിലൊക്കെ നിറച്ച് ബേണായിട്ട് വരണം, മുകൾ ഭാഗം കുറച്ചുകൂടെ നല്ല ബേണായിട്ട് വരണം. ഇത് കേക്ക് ആയ സമയത്ത് നന്നായിട്ട് ഹൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പാത്രം കഴിഞ്ഞിട്ട് ഒരുപാട് ഹൈറ്റിലെത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പിന്നെ അത് താണ് വരും കേട്ടോ. ഇത് നമ്മളെ സ്പഞ്ച് കേക്കൊന്നുമല്ലല്ലോ, താണ് വരും. എന്നാലും കേക്ക് ഭയങ്കര ടേസ്റ്റിയാണ്. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീസ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് സെർവ് ചെയ്യുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചത്. കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ഇതിൻ്റെ മേലെ ഒഴിച്ചിട്ടാണ് ഇത് കഴിക്കുക. അല്ലാതെ കഴിക്കാൻ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഡാർക്ക് ചോക്ലേറ്റും കൂടി അതിൻ്റെ മേലെ വരുമ്പോൾ പൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ആക്കി നോക്കുക. എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ലൊരു റെസിപ്പിയാണ്, എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ